എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്വർണ്ണ ക്രീം യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പായ്ക്ക്, നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നാദിയമ്മ പറയുന്നുണ്ട്, നമ്മൾ പായ്ക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പാർലറിൽ പോകേണ്ട കാര്യമില്ല, ക്രീമൊന്നും യൂസ് ചെയ്യേണ്ട എല്ലാം പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പായ്ക്കൊന്നും ഒഴിവാക്കാൻ പറ്റാത്തവർ, ഡെയിലി പായ്ക്കൊക്കെ ഉപയോഗിക്കുന്നവർ, പിന്നെ എന്ത് പായ്ക്കിടും, സ്വർണ്ണ യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പായ്ക്കിട്ടാൽ കൊള്ളാമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് ഒരു പായ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു പായ്ക്കാണ്. ആ ഒരു വീഡിയോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിർബന്ധമില്ല സ്വർണ്ണ ക്രീം ഉപയോഗിക്കുമ്പം ഇത് ഉപയോഗിച്ചേ പറ്റൂ എന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റിയ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പായ്ക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്, ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. 2 പായ്ക്കുണ്ട്, ഞാനത് ഒരെണ്ണം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒന്നും സ്വർണ്ണ യൂസ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പായ്ക്ക് അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഹോം റെമഡീസ് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു പായ്ക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് പോവുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വേറെ എന്താ പിന്നൊന്നുമില്ല, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടുന്ന മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. നമ്മുടെ കിച്ചണിൽ കാണും, എന്തായാലും തീർച്ചയായിട്ടും കാണും. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മസ്റ്റായിട്ട് ഒരെണ്ണം എടുക്കുക. അത് നല്ലതുപോലെ ചെത്തി കഴുകി എടുക്കുക കേട്ടോ. കഴുകി എടുത്തിട്ട് നമ്മളിതൊരു ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണേ. നമ്മളിതുപോലെ ഒരെണ്ണത്തിനകത്തോട്ട് വെച്ച് ഗ്രേറ്ററിലോട്ട് വെച്ച് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണേ. ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നുറുക്കിയിട്ട് ഒന്ന് അടിച്ചെടുത്താലും പ്രശ്നമില്ലെങ്കിലും ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അത്രയും നീര് കിട്ടുന്നത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കിതിന് വേണ്ടുന്നത് ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് കേട്ടോ, ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് മാത്രം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു മീഡിയം സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് അന്നേരം ഉണ്ടാക്കാനുള്ള പായ്ക്കിന് മാത്രമേ നമ്മൾ റെഡിയാക്കി വെക്കേണ്ട കാര്യമില്ല. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എപ്പോഴും നമ്മൾ ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കറക്കും കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുമ്പം അന്നേരം പ്രിപ്പയർ ചെയ്ത് ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ ആഴ്ചയിൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 2 or 3 വട്ടം മാത്രം ഈ ഒരു പായ്ക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ട് ഇതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുക്കാവേ. ഇതിപ്പം നമ്മൾ സ്വർണ്ണ യൂസ് ചെയ്യുന്ന നൈറ്റിലാണ്. അപ്പം നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ ഈ ഒരു പായ്ക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പായ്ക്ക് എന്നല്ല, നമ്മൾ എന്ത് യൂസ് ചെയ്താലും നമ്മളൊരു ഈവനിങ് ടൈമിൽ ചെയ്യുമ്പം വെയിൽ കൊള്ളില്ല, നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും. ആ ഒരു സമയം എപ്പോഴും പായ്ക്കിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വെയിൽ കൊള്ളാത്ത, നമ്മൾ പായ്ക്കിടുമ്പോൾ എപ്പോഴും വെയിൽ കൊള്ളാതിരിക്കുക. ഇതൊക്കെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം ഞാൻ ഇത്രയും നമ്മുടെ ജ്യൂസ് ഉള്ളത് അത്രയും ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഒരു 1-2 സെക്കൻഡ് ഇരിക്കുമ്പോഴേ അതിനകത്ത് സ്റ്റാർച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തന്നെ നമ്മുടെ ഫേസിന് പെട്ടെന്ന്, ഉരുളക്കിഴങ്ങെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് പെട്ടെന്നൊരു ഗ്ലോ, ഒരു ബ്രൈറ്റനിങ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ്. അത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന, നമ്മൾ ഹോം റെമഡി ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ്. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് 1 സെക്കൻഡ് ആയപ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് സ്റ്റാർച്ച് പെട്ടെന്ന് അടിയും കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന പൊടി എന്ന് വെച്ചാൽ നമ്മുടെ മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി ഇല്ല എന്നുള്ളവർ, ഞാൻ പറഞ്ഞില്ല ആ തുടക്കത്തിൽ ഞാൻ 2 പായ്ക്ക് ചെയ്യും. ഒന്ന് ഞാൻ മുൾത്താണി മിട്ടി, പിന്നെ ഒന്ന് കടലമാവ് കേട്ടോ. മുൾത്താണി മിട്ടിക്ക് പകരം കടലമാവ് ആഡ് ചെയ്യുന്നവർക്ക് കടലമാവ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ മുൾത്താണി മിട്ടി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ചെറിയ സ്പൂൺ എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ 2 സ്പൂണോളം ഞാൻ മുൾത്താണി മിട്ടി പൗഡർ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ തൈരാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്വർണ്ണ ക്രീം അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു പായ്ക്കാണ്. ഇനി തമ്പനയിൽ കണ്ടിട്ട് സ്വർണ്ണ ക്രീം ഉപയോഗിക്കുന്നവർക്ക് മാത്രം യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് ചോദിക്കേണ്ട, എല്ലാവർക്കും ചെയ്യാൻ കേട്ടോ. അപ്പം ഈ തൈര് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം നമ്മുടെ ഫേസിന് ഇടാൻ പറ്റിയ, ഫേസിലും നെക്കിലും ഇടാം, ഞാൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ, ഇടാൻ പറ്റിയ അത്രയും ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഈ തൈര് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് നല്ലതുപോലെ കഴുകി ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വേണ്ട, കാരണം മുൾത്താണി മിട്ടി പെട്ടെന്ന് നമ്മുടെ ഫേസിനെ ഡ്രൈ ആക്കും. അപ്പോൾ ആ ഒരു ഡ്രൈ ആവുന്ന ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വെള്ളത്തിൽ, സാധാ പച്ചവെള്ളത്തിൽ കൈതൊട്ടും ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ തൈര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട്
തേൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു സ്പൂണ് തേൻ, ചെറിയ സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ തേൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത്. തേൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒരു പായ്ക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും, നമുക്ക് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടും. അന്നേരം നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫേസ് നല്ലതുപോലെ കഴുകിയിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്വർണ്ണയുടെ ക്രീം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയും മിക്കവാറും ആരും പായ്ക്കിടാറില്ല. കാരണം അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, പായ്ക്കിടരുത്, മുഖത്ത് ഇന്ന സാധനങ്ങൾ ചെയ്യരുത്, പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകരുത്, മറ്റ് ക്രീം അപ്ലൈ ചെയ്യരുതെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹോം റെമഡി ആയിട്ട് ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള തൈര് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിൽ പായ്ക്കിട്ട് കൊടുത്തെന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. എനിക്ക് സംഭവിച്ചിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് പായ്ക്ക് അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒന്നും അപ്ലൈ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ സ്വർണ്ണ ക്രീം യൂസ് ചെയ്യുമ്പോഴൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കത്തില്ല. ആകെ ഞാൻ ചെയ്യും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പായ്ക്ക്. അന്നേരം ഞാൻ അത് നിർത്തിയിട്ടില്ല. ഞാൻ ക്രീം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പായ്ക്ക് അപ്ലൈ ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് സ്വർണ്ണയുടെ റിസൾട്ട് കിട്ടാതിരുന്നിട്ടുമില്ല. എനിക്കിത് അപ്ലൈ ചെയ്തെന്നും പറഞ്ഞ് മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഹോം റെമഡി ആയിട്ടുള്ള നമ്മുടെ ഇതുപോലുള്ള പായ്ക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതേണ്ടേ ഞാൻ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് വാഷ് ചെയ്ത് കളയാം. ഒരു സമയം പറയണ്ട. പിന്നെ എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും പറയും 10-20 മിനിറ്റ് എന്ന് പറയും. പക്ഷേ നമുക്ക് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് വലിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ ഒരു ടൈം വരെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ കൈ മുക്കി ഒന്ന് വെറ്റാക്കിയിട്ട് ഒന്ന് ചെറിയൊരു മസാജ് കൊടുത്ത് കഴുകിക്കളയാവേ. നിങ്ങൾക്ക് റിസൾട്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ല സൂപ്പർ റിസൾട്ടാണ്. ഞാൻ പറഞ്ഞു, സ്വർണ്ണ ക്രീം യൂസ് ചെയ്യാത്തവർക്കും പറ്റിയൊരു പായ്ക്കാണ്. നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആഴ്ചയിൽ ഒരു 2 വട്ടം അല്ലെ 3 വട്ടം കിട്ടും, അത്രയും മതി. അപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയ ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു പായ്ക്കാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടാനും ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ടിപ്പുകളുമായിട്ട്, ഇത് വലിയ ടിപ്പാന്ന് പറയുന്നില്ല, ചെറിയ ടിപ്പുകളുമായിട്ട് വീണ്ടും വരും ഞാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ സ്വർണ്ണയുടെ യൂസ് ചെയ്ത 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് വീഡിയോ ഒരു 10 മാസം മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോഴും എനിക്ക് കമൻറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ലൊരു റിസൾട്ട് കേട്ടോ. ഞാനിവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, ഞാൻ കിച്ചണിൽ നിന്നാണ് ചെയ്യുന്നത്. പിന്നെ ജനലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, ഫിൽറ്ററും ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ജനലിൽ നിന്നുള്ള ഒരു വെട്ടം അടിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെങ്കിലും ഞാൻ പോയി ഒന്നുകൂടെ മുഖം കഴുകണം. കാരണം ഇത് അവിടെ ഇവിടെ എല്ലാം ഉണങ്ങിയിരിക്കും. അപ്പം നല്ലതുപോലെ ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഇത് എല്ലാവരും ഒന്ന് സ്വർണ്ണ ക്രീമിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ഒന്നുകൂടെ കഴുകിയിട്ട് വന്ന് കാണിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ, നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.